ഒന്ന് കയറി വരാവോ? എനിക്ക് ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബ്ലസ്സപ്രദർ സംസാരിക്കായിരുന്നു, ഇത് ആരാന്ന് ചോദിക്കുമായിരുന്നു. മനസ്സിലായി? എനിക്ക് തോന്നുന്നു എത്ര വർഷമായി നമ്മൾ കണ്ടിട്ട്? അല്ല, കുഴപ്പമില്ല. 3-4 വർഷമായി. ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയില്ലായിരുന്നു. മാനന്തവാടി ആദ്യമായിട്ട് വരുമ്പോൾ ഇവരുടെ മുമ്പിൽ ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥന വിഷയം? എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു, വാടകയ്ക്കായിരുന്നു. എനിക്കൊരു വീട് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 7 മക്കളുണ്ടായിട്ട് 2 മക്കളേ ഉള്ളൂ. 7 മക്കള്, 3 മക്കൾ മരിച്ചു പോയായിരുന്നു. 7 കുഞ്ഞുങ്ങളെ മൊത്തത്തിലുണ്ടായി. കൺസീവ് ആയിരുന്നു. അപ്പോൾ 5ാമത്തെ കൊച്ചാണിത്. അപ്പൊ അതിന് ശേഷം ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടായിരുന്നു. 5ാമത്തെ കൊച്ചായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് 3 അബോർഷനായി. 3 മക്കളായിട്ട് തന്നെ മരിച്ചുപോയി. വയറ്റിൽ നിന്ന് ശേഷം മരിച്ചു. അത് കഴിഞ്ഞ് 2 അബോർഷൻ കഴിഞ്ഞു. അപ്പൊ ഇവന് ശേഷം 1 അബോർഷനായി പോയി. അപ്പൊ ഞങ്ങളുടെ ഇടവകയിൽ അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ഇനി പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഒരു മോനെ കിട്ടിയില്ലോ, അത് അതിനെ നന്നായിട്ട് വളർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവനൊരു കൂട്ട് വേണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ ഞാൻ ഇല്ലാണ്ടായാലും അവൻ ഒറ്റപ്പെടരുത്. അപ്പോൾ അച്ഛ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷമത്തോടെയാണ് ഞാൻ വന്നത്. എനിക്കൊരു കിടപ്പാടോ ഇല്ല. അപ്പം ബ്രദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, പിന്നെ തലമുറയെ കുറിച്ച് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞായിരുന്നോ നേരത്തെ? അത് ഇല്ല, കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്കൊരു വീടിൻ്റെ കാര്യം ബ്രദറിനോട് പറഞ്ഞോളൂ. കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, വീടിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അങ്ങോട്ടേക്ക് പറഞ്ഞു തലമുറയെ കുറിച്ച് ഭാരം വേണ്ട. അപ്പോൾ ചേട്ടായി കൂടത്തി വന്നായിരുന്നു. ചേട്ടായി വഴിക്കൊന്ന് പിണങ്ങിപ്പോയി. അവൻ ബ്രദർ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പിണങ്ങി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ചേട്ടായിനോട് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ബ്രദർ പറഞ്ഞു മെയിൻ റോഡിന്റെ സൈഡിൽ പിന്നെ സെന്റ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ ഒരു മണ്ണിട്ട റോഡ് കാണുന്നുണ്ട് അതിനൊക്കെ. അപ്പം ഞങ്ങൾക്ക് അത് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മണ്ണിട്ട റോട്ടിൽ കൂടെ വന്നിട്ട് ഒരു 7 സെന്റ് സ്ഥലം കിട്ടി ദാനമായിട്ട്. 7 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് എനിക്ക് വീട് വെച്ച് തന്നു. ഇടവകയിൽ നിന്ന് വീടും വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് മോനെ കിട്ടി, ഒരു മോനെയും കിട്ടി. നമ്മളെ ഈ മാവേലിയിൽ നിന്ന് കിറ്റ് മേടിക്കാല, റേഷന്റെ കിറ്റ് മേടിക്കാൻ വേണ്ടി പോയില്ലേ, വെറും കൈയോടെ വന്നു, കിറ്റായിട്ട് പോയി. കുഞ്ഞിന് എത്ര പ്രായമുണ്ട്? 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സായി. ഞാൻ ഓർക്കുന്നു, അന്ന് കാണുന്ന വയറിന് ചുറ്റും ഒരു കെട്ടാണ് ഞാൻ കാണുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് കുഞ്ഞുണ്ടാവും പറഞ്ഞു. അല്ലേ? കുഞ്ഞുണ്ടായി. ഒരു കാര്യമാണ്, എബി ബ്രദർക്കല്ല മഹത്ത്, തമ്പുരാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞ ഒന്നാം തരം പറഞ്ഞോണം. അത് പറഞ്ഞു കഴിയുമ്പോൾ അത് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തം ആർക്കാ? ദൈവത്തിനാ. വാസ്തവത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിന് ഞാൻ ഒരുപാട് പേരെ വിളിച്ചു, അവരാരും പലരും വന്നിട്ടില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരും. നിങ്ങൾ വരുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. സാക്ഷ്യവും ഇങ്ങനെ ആകുന്നുള്ള കാര്യം ഞാനിവിടെ വന്ന് ഇതാരാന്ന് പിടികിട്ടിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. രാമേൻ പറ. ആ ദൈവത്തിന് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ വേണ്ടി കഴിയും. നിന്റെ അവസ്ഥ ഏത് തന്നെയാണെങ്കിലും ഒറ്റ സെക്കൻഡിനെ കൊണ്ട് ഇതിനെ തിരിക്കും. രാമേൻ പറ. അനീതി പറഞ്ഞിട്ടാണ് വന്നത്. അനീതി പറഞ്ഞിട്ടാണ് വന്നത്. അനീതി പറഞ്ഞിട്ടാണ് വന്നത്. അനീതി പറഞ്ഞ എബി ബ്രദർ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, കരങ്ങളെ തട്ടി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. ഇതേ സമയത്ത് ലൈവ് കാണുന്ന വ്യക്തികളുടെ മേലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുക. തലമുറയില്ലാത്ത ദമ്പതിമാർക്ക് അടുത്ത വർഷം ഇതേ സമയത്ത് ഒരു തലമുറയെ കർത്താവ് കൊടുക്കട്ടെ. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചേ. പിതാവേ, ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ലൈവ് കാണുന്ന എല്ലാ മക്കളെയും യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറയില്ലാതെ ആരാണോ ഭാരപ്പെടുന്നത് അവർക്ക് അടുത്ത വർഷം ഇതേ സമയത്ത് അവരുടെ കയ്യിൽ തലമുറയുമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ ഇടവരട്ടെ. വലിയ മാറ്റങ്ങൾ യേശുവിൻ നാമത്തിൽ നടക്കട്ടെ. എന്താണോ മെഡിക്കൽ റിപ്പോർട്ട് അതിന് എഗൈൻസ്റ്റായിട്ട് ദൈവ സാന്നിധ്യം വ്യാപരിക്കും. വലിയ ഡോറുകൾ അവരുടെ മധ്യത്തിൽ തുറക്കട്ടെ കർത്താവേ. ശാരീരികമായ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. എല്ലാ മെഡിക്കൽ സയൻസിന്റെ നെഗറ്റീവ്സും മാറിപ്പോട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ ചേർന്ന് ബ്ലസ് ചെയ്യും. യേശുവിൻ നാമത്തിൽ ആമേൻ.